കൊല്ലം കരുനാഗപ്പള്ളി അതുൽ കൊലക്കേസിൽ 8 പ്രതികൾ പിടിയിലായി. 4 പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. മറ്റ് 4 പേരെ കോട്ടയം മുണ്ടക്കയത്ത് നിന്നാണ് പിടികൂടിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഇവർ പിടിയിലാകുന്നത്? പോലീസ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ടോ? എന്തായാലും അലുവാദിന്റെ കൊലപാതകത്തിലെ തന്നെ 8 പേർ പിടിയിലായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് 4 പേർ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ചവറ പോലീസ് സ്റ്റേഷനിൽ കമ്മീഷണർ എത്തിയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ 2 പേർ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും 2 പേർ ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷമാണ് 4 പേർ കൂടി പിടിയിലാകുന്നത്. ഇവരെ മുണ്ടക്കയത്തിന് സമീപത്തുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് പിടികൂടുന്നത്. പിന്നീടുള്ള 4 പേർ രാത്രി 11:30 കൂടിയാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. കരുനാഗപ്പള്ളി സ്വദേശി വിഷ്ണു, കുലശേഖരപുരം സ്വദേശികളായ ഹുസൈൻ, മുഹമ്മദ് ആഷിഖ്, നൌഫൽ എന്നിവരാണ് ഈ മുണ്ടക്കയത്ത് നിന്ന് പിടിയിലാകുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ഇവർ കൊല്ലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് പല കാറുകൾ മാറി ഇവർ തമിഴ്നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായി മുണ്ടക്കയത്തേക്ക് എത്തുകയായിരുന്നു. ഇടയ്ക്ക് എരുമേലി ഭാഗത്ത് വെച്ച് പോലീസ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടാണ് ഈ മുണ്ടക്കയം ഭാഗത്തേക്ക് വന്നത്. ഇവിടെ വെച്ചാണ് പോലീസ് എന്തായാലും ഈ പ്രതികളെ കൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ പിടിച്ചത്. നാട്ടുകാരും പോലീസും ചേർന്ന് പിടിച്ചു എന്നാണ് അറിയുന്നത്. എന്തായാലും അങ്ങനെ 8 പേർ ഈ കേസിൽ പിടിയിലാകുന്നുണ്ട്. ഇനി 2 പേർ കൂടി, കൂട്ടുപ്രതികളായ 2 പേർ കൂടി പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട പ്രതികളെല്ലാം പിടിയിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. നിലവിൽ എന്തായാലും 8 പേർ ഈ കേസിൽ പിടിയിലായിട്ടുണ്ട്. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ അതുൽ കൊലക്കേസിലാണ് ഇപ്പോൾ 8 പ്രതികൾ പിടിയിലായത്. 4 പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. അതിനുശേഷം കോട്ടയം മുണ്ടക്കയത്ത് നിന്നാണ് 4 പേരെ കൂടി പിടികൂടുന്നത്. ഇവർ സഞ്ചരിച്ച വാഹനവും കസ്റ്റഡി എടുത്തിരുന്നു. രാഹുൽ ജി നാഥ് തുടരുന്നുണ്ട്. രാഹുൽ, അതായത് ഇനി 2 പേരെ കൂടിയല്ലേ, അതായത് ഇത്രയും നേരം പിടിയിലായവരിൽ നിന്നും നേരിട്ട് പങ്കെടുത്ത പ്രധാനപ്പെട്ട പ്രതികളെല്ലാം തന്നെ പിടിയിലായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാകാൻ. മറ്റ് 2 പേരെ കൂടി പോലീസ് വലയത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ? തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി തന്നെ എല്ലാവരും പിടിയിലായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത എല്ലാവരും പിടിയിലായി എന്നുള്ളത് തന്നെയാണ് പോലീസും പങ്കുവയ്ക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ 2 പേർ, അത് ഈ കാറുമായി ബന്ധപ്പെട്ട് കാർ നൽകിയതും കാർ ഓടിച്ചവരുമാണ്. അതായത് രക്ഷപ്പെടാനുള്ള കാർ ഓടിച്ചവരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പിടികൂടുക പോലീസിനെ കൊണ്ട് നിഷ്പ്രയാസം കഴിയും എന്നുള്ളത് തന്നെയാണ്. പ്രധാനപ്പെട്ട പ്രതികൾ പിടിയിലായി, ഇന്നലെ തന്നെ പിടിയിലായി എന്നുള്ളത് ശ്രദ്ധേയവുമാണ്. കാരണം ഇന്നലെ ഈ കൃത്യം നടന്ന ശേഷം തന്നെ ഈ വവ്വാക്കാവിനടുത്തുള്ള ഈ കടത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന ആളുകളാണ് ഇത് ചെയ്തത് എന്ന സൂചന പോലീസിനുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയത്. ആ നിഗമനങ്ങളെല്ലാം ശരിയായിരുന്നു. പിന്നീട് ഇപ്പോൾ 8 പേരെ ഇന്നലെ രാത്രി 12 മണിക്ക് മുമ്പ് തന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതും കൃത്യമായി പ്രതികളെ പറ്റിയുള്ള വിവരമുണ്ട്. അത് കൃത്യമായി നിരീക്ഷണം ഉണ്ടായിരുന്നു. പിന്നാലെ പോലീസ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ പേരെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ കഴിയും. 2 കൂട്ടുപ്രതികളെ കൂടി പെട്ടെന്ന് പിടികൂടാൻ കഴിയും പോലീസ്. രാഹുൽ, ഇതിപ്പോൾ ഒരു സംഭവം ഉണ്ടായി, പ്രതികളെ പിടികൂടി എന്നതിനപ്പുറത്തേക്ക് മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ടല്ലോ. ഒന്ന്, തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ ചില കാര്യങ്ങൾ കൂടി മറുവശത്ത് നിൽക്കുമ്പോൾ പോലീസ് ഇങ്ങനെയുള്ള വിഷയം നടന്ന സ്ഥിതിക്ക് എത്രത്തോളം ജാഗ്രത പാലിക്കുന്നുണ്ട്? ഏതെല്ലാം തരത്തിൽ മറ്റ് നിരീക്ഷണങ്ങൾ കൂടി ഇതോടൊപ്പം നടക്കുന്നുണ്ട്? എന്തായാലും കമ്മീഷൻ ഇന്നലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ സൂചിപ്പിച്ചിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ഗുണ്ടാ വിളയാട്ടങ്ങൾ ഇനി അനുവദിക്കില്ല. തീർച്ചയായും ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ടെങ്കിൽ അവരെ അമർച്ച ചെയ്യും. ഒപ്പം ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജ്ജമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പിടികൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചുരുങ്ങിയ വാക്കുകളാണെങ്കിൽ പോലും വലിയ നടപടിയിലേക്ക് പോലീസ് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം തുടങ്ങിയ കൊലപാതക പരമ്പരയാണ് ഈ ഗുണ്ടാപ്പകയുമായി ബന്ധപ്പെട്ട്. അതാണ് ഇപ്പോൾ തുടരുന്നത്. ഇനിയും ഇത് അവസാനിക്കാൻ സാധ്യതയില്ല എന്ന നിഗമനം പോലീസിനുണ്ട്. കാരണം ഒരു സംഘത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണ് അതുൽ. അയാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള നിരീക്ഷണവും ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ നേരിട്ടിരുന്നു. അപ്പോൾ എന്തായാലും അത്തരത്തിലൊരു പ്രതിരോധ നടപടി ഉണ്ടാകും, അമർച്ച ചെയ്യും എന്ന് തന്നെയാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലത ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ അമർച്ച ചെയ്യണം. കാരണം ഇന്നലെ
റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തല്ല പ്രത്യേകിച്ച് ഈ പ്രദേശം ഓച്ചിറ, കരുനാഗപ്പള്ളി, കായംകുളം ഭാഗത്ത് ഇത്തരത്തിലുള്ള ഗുണ്ടാ വിളയാട്ടങ്ങൾ അനവധി നടക്കുന്നുണ്ട് എന്നുള്ള നിരീക്ഷണവും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ നടപടി ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.